ആട്ടത്തികവിന്റെ പദമുദ്രകളുമായി നമ്മുടെ പുതിയ കാലത്തെ കഥകളി രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളുടെ ബാല്യം. അന്നവൻ കൊച്ചു സുപ്പുടുവായിരുന്നു. അച്ഛനും അമ്മയുമൊത്ത് കഥകളി കാണാനുള്ള കൊച്ചു സുപ്പുടുവിൻ്റെ ആ യാത്ര ആ കുഞ്ഞു മനസ്സിൽ കഥകളിയുടെ വിസ്മയ ചാരുതയാകെ വാരി വിതറി. ആ യാത്ര കഥകളിയെ ജീവനും ജീവിതവും തന്നെയാക്കിയ ഒരു കലാകാരൻ്റെ ജീവിതയാത്രയുടെ തുടക്കമായിരുന്നു. സവർണ മേധാവിത്വം നിലനിന്നിരുന്ന കാലത്ത് കഥകളി എന്ന കലാരൂപം വളർന്നു വികസിച്ചത് രാജകൊട്ടാരങ്ങളുടെയും കോവിലകങ്ങളുടെയും നമ്പൂതിരി മനകളുടെയും തണലിലും പ്രോത്സാഹനത്തിലുമായിരുന്നു. കേരളത്തിൽ സാമൂഹ്യ മാറ്റത്തിന് അതിനിർണായകമായ പങ്കുവഹിച്ച സുവർണ കാലഘട്ടമായ 50കളുടെ അവസാനത്തിലാണ് ഈ കഥ നടക്കുന്നത്. കോതച്ചിറ ഗ്രാമത്തിൽ മനക്കിലെ തമ്പുരാന്റെ വേളിയുടെ തലേരാത്രി കഥകളി ഉണ്ടായിരുന്നു. ആദ്യമായി കഥകളി കണ്ട അന്നു തന്നെ സന്താന ഗോപാലത്തിലെ കുട്ടികളിലൊന്നായി സുപ്പുടു അരങ്ങിലെത്തിയത് ഒരു നിയോഗം പോലെയായിരുന്നു. പതുക്കെ പതുക്കെ സുപ്പുടു എന്ന ആ കുട്ടിയുടെ മനസ്സിൽ കഥകളി എന്ന കലാരൂപം ആശയും ആവേശവുമായി മാറി. സ്വർണ്ണ നിറമാർന്ന തകിടൊട്ടിച്ച് കുമിഴിൽ തീർത്ത കളിക്കോപ്പുകൾ, പശിമയുടെ വടിവിൽ ഞൊറി തീർക്കുന്ന വർണ്ണാഭമായ തുണിത്തരങ്ങൾ, പ്രൗഢഗംഭീരമാർന്ന കിരീടങ്ങൾ, തൊട്ടാൽ അട്ടഹസിക്കുന്ന കച്ചമണികൾ, മഷി മനയോല ചൈല്യങ്ങളുടെ നിറക്കൂട്ടുകൾ, പച്ചരിയും ചുണ്ണാമ്പും അനുപാതത്തിൽ തീർത്ത ചുട്ടിയരിയിൽ കരവിരുതിനാൽ പ്രത്യേകം രൂപം പ്രാപിച്ച വെളുത്ത കടലാസുറപ്പിച്ച കഥകളി ചുട്ടി. നിറഞ്ഞ കൗതുകത്തോടെ, തികഞ്ഞ അത്ഭുതത്തോടെ കഥകളി സദസ്സുകളിൽ നിന്ന് സദസ്സുകളിലേക്ക് എന്നും കഥകളിയുടെ സഹയാത്രികനായ അച്ഛന്റെ കൈപിടിച്ച് സുപ്പുടു കടന്നു ചെന്നു. കളിയരങ്ങും കളിവിളക്കും മേളപ്പദങ്ങളും കടും നിറങ്ങളും തിരശീലയും എല്ലാം നെഞ്ചിലേറ്റി അവൻ വളർന്നു. ചങ്ങാതിമാരോടൊത്തുള്ള ജലസ്നാന കേളികൾ പോലും അവന് കളിയരങ്ങായി മാറി. ആനയുടെയും ആനച്ചമയങ്ങളുടെയും കരാറുകാരനായിരുന്ന അച്ഛന്റെ ആനച്ചമയങ്ങൾ സുപ്പുടുവിനും കൂട്ടുകാർക്കും കഥകളി കോപ്പുകളായിരുന്നു. ക്ഷേത്രത്തിലെ അടിയന്തര ജോലികൾ ചെയ്തു തീർത്ത് പണം അമ്മയെ ഏൽപ്പിച്ച് സുപ്പുടു പള്ളിക്കുടത്തിലേക്ക് ഒരൊറ്റ ഓട്ടമാണ്. 2 4 3 6 4 8. വിഷയം ഏതായാലും സുപ്പുടുവിന് ക്ലാസ് മുറിയും കളിയരങ്ങാണ്. 2 4 പുത്രന്മാർ 10 ബാലസുബ്രഹ്മണ്യന്റെ അച്ഛൻ ഇന്നില്ലല്ലോ എന്നാണ്. അമ്മയ്ക്ക് ആസ്വാദനം ഉണ്ടെങ്കിലും
അച്ഛൻ വേഷം കെട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ. അത്രയും കഥകളി പറ്റി അറിയാം. ഇടയ്ക്കിടയ്ക്ക് എന്നോട് അന്ന് ചോദിച്ചിരുന്നു, സുബ്ബുടു എന്നാ വിളിക്കുക രാമവാര്യർ. സുബ്ബുടു ഇപ്പം എങ്ങനെയുണ്ട്? തിരക്കണമൊന്നുമില്ല. എനിക്കൊരു ഉത്ഭവം കാണണല്ലോ സുബ്ബുടുവിൻ്റെ. അതിപ്പോൾ കാണാറായില്ല. അല്ല, ഞാൻ കാണും. ഇങ്ങനെ രാമവാര്യർ ആസ്വാദകൻ എന്നായിരുന്നു. എന്നെപ്പറ്റിയൊക്കെ വളരെ മതിപ്പാണ് അദ്ദേഹത്തിന്. ആനയുണ്ടായിരുന്നു. ആന മാത്രമല്ല, ആനോളം വലുപ്പമുള്ള കഥകളി കമ്പം ഉണ്ടായിരുന്നു. രാമവാര്യർ എന്നോട് പറഞ്ഞു, ഗോപി, എൻ്റെ കുട്ടികളിൽ ആരെങ്കിലും ഒരാളെ കഥകളി പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് സുബ്രഹ്മണ്യനെ ആയാൽ കൊള്ളാമെന്ന് എനിക്ക് വളരെ ആഗ്രഹം തോന്നുന്നു. കാരണം സുബ്രഹ്മണ്യൻ്റെ കണ്ണും മുഖവും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ പഠിപ്പിച്ചാൽ നേരെയാവുന്നൊരു തോന്നൽ എനിക്കുണ്ട്. അതുകൊണ്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഗോപി ഒരു കാര്യം ചെയ്യൂ, കുറച്ച് അവനെ എന്തെങ്കിലും പഠിപ്പിക്കൂ, എന്നിട്ട് നന്നാവും തോന്നിയാൽ നമുക്ക് കലാമണ്ഡലത്തിൽ കൊണ്ടുപോയി ചേർക്കാം എന്ന് പറഞ്ഞു. ഞാൻ അതേമാതിരി സുബ്രഹ്മണ്യനെ ആദ്യം കുറച്ച് ഇവിടെ ഈ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് തന്നെ മാളിക എന്ന് പറയും, അവിടെ കുറച്ച് പഠിപ്പിക്കേണ്ടായി. കുറച്ച് പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി നല്ല താളബോധം, അതുമായി തന്നെ അഭിനയ ചതുരത, അതുമായി തന്നെ അസല് കണ്ണ്, പിന്നെ നിഷ്കർഷയായിട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹം, അത് പഠിപ്പിച്ചു കൊടുത്താൽ മറക്കാതിരിക്കൽ, ഇതെല്ലാം സുബ്രഹ്മണ്യനെ സംബന്ധിച്ച് വലിയൊരു ഗുണമായിട്ട് എനിക്ക് അന്ന് തന്നെ തോന്നി. അപ്പോൾ സുബ്രഹ്മണ്യനെ കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിയായിട്ട് ചേർത്തു. 13-ാം വയസ്സിൽ കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാനായി ചേർന്ന ബാലസുബ്രഹ്മണ്യൻ 14-ാം വയസ്സിൽ തന്നെ അരങ്ങേറ്റം കുറിച്ചു. സുബ്രഹ്മണ്യൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ നല്ല മിടുമിടുക്കനാണെന്നുള്ളത് രാമകുട്ടിയാശാനടക്കം വളരെ സമ്മതമായിട്ടുള്ള കുട്ടിയായി മാറി. കഥകളിയെ സംരക്ഷിച്ച് പുഷ്ടിപ്പെടുത്തിയ കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ മഹാകവി വള്ളത്തോളിന്റെ സമാധിയിൽ വന്ദിച്ച് ബാലസുബ്രഹ്മണ്യൻ തുടക്കമിട്ടു. ലവണാസുരവധത്തിലെ ലവന്റെ വേഷം കെട്ടിയായിരുന്നു അരങ്ങേറ്റം. കേരള കലാമണ്ഡലത്തിലെ മികച്ച വിദ്യാർത്ഥിക്കുള്ള AD ബോളൺ ഗോൾഡ് മെഡലോടെയാണ് ബാലസുബ്രഹ്മണ്യൻ കഥകളി പഠനം പൂർത്തിയാക്കിയത്. അങ്ങനെ ബാലസുബ്രഹ്മണ്യൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനായി. ആദ്യകാലത്ത് കൃഷ്ണവേഷങ്ങളിലൂടെയാണ് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ കഥകളി ആസ്വാദകരുടെ മനസ്സിൽ ഇടം നേടിയത്. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ പച്ച, കത്തി, മിനുക്ക്, കരി, താടി തുടങ്ങി ഏത് വേഷമായാലും അനായാസേന കൈകാര്യം ചെയ്യുന്ന അഭിനയ മികവിനുടമയായി